everyone, welcome to Kids Area Online. എക്സാം കഴിയാറൊക്കെ ആയല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റ് പഠിച്ചാലോ? യെസ്, പഠിക്കാം. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. കിഡ്സ് ഏരിയ ഓൺലൈനിൽ വെക്കേഷൻ ക്ലാസ്സുകൾ ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. എല്ലാവരും ഓർമ്മിക്കുക, ഏപ്രിൽ 1 വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്. മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കായി STD1 പ്രിപ്പറേഷൻ ക്ലാസ് ഉണ്ട്. LKG UKG ക്ലാസ്സുകളുണ്ട്. ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. സൂമിൽ ലൈവായിട്ടായിരിക്കും ക്ലാസ് വരുന്നത്. അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് താങ്ങും തണലും എന്ന പാഠഭാഗത്തിൽ പൊതുവഴിയിൽ നമ്മുടെ ശരീരത്തിന് അപകടമുണ്ടാക്കുന്ന കുപ്പിച്ചില്ല്, ആണി തുടങ്ങിയ വസ്തുക്കൾ കണ്ടാൽ അത് കാണാത്തതുപോലെ പോകുന്നത് ശരിയാണോ? അതായത് നമ്മുടെ മുന്നിൽ ഒരു സഹായത്തിനായിട്ട് ഒരു ചെയ്യേണ്ട നല്ല കാര്യം നമ്മൾ ചെയ്യാതെ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുപോലെ പോകുന്നത് ശരിയാണോ? വഴിയിലെ കുപ്പിച്ചില്ലെടുത്ത് കളയുന്ന കാര്യം മാത്രമാണോ ഇവിടെ പറയുന്നത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇപ്പോൾ വഴിയിലെ കുപ്പിച്ചില്ലെടുത്ത് മാറ്റിയില്ലെങ്കിൽ അപകടം ഉണ്ടാവും. അങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്ന കാര്യം നിങ്ങൾ പഠിച്ചു. അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതെന്താണെന്ന് നോക്കാം. അശ്രദ്ധയും ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റം മൂലം തനിക്ക് ഒഴിവാക്കാമായിരുന്ന ഒരു അപകടം മറ്റൊരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി താൻ തന്നെയായിരിക്കും എന്നതാണ് ഈ രചന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അശ്രദ്ധയോടെയും ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റം മൂലം തനിക്ക് ഒരു അപകടം വരുന്നതിനെ ഒഴിവാക്കാമായിരുന്നു. അപകടം നടക്കാതെ അതെടുത്ത് മാറ്റിയെങ്കിൽ അപകടം നടക്കില്ലായിരുന്നു. എന്നാൽ അത് ശ്രദ്ധിക്കാതെ പോയി, ഉത്തരവാദിത്തം കാണിക്കാതെ പോയാൽ ആ അപകടം ഒരാൾക്ക് സംഭവിക്കും. അതിന് ഉത്തരവാദി ആരാണ്? നമ്മൾ തന്നെയാണ് എന്നതാണ് ഈ രചന ഓർമ്മപ്പെടുത്തുന്നത്. കൂടാതെ ജനാധിപത്യത്തിൽ ഓരോ പൗരനും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വവും ചുമതലയും അവരവർ തന്നെ നിർവഹിക്കണം എന്ന സന്ദേശം കൂടി ഈ രചന നൽകുന്നുണ്ട്. മനസ്സിലായല്ലോ? ജനാധിപത്യത്തിൽ ഓരോ പൗരനും ചെയ്യേണ്ട ഉത്തരവാദിത്വവും ചുമതലയും അവരവർ തന്നെ ചെയ്യണം എന്ന സന്ദേശം കൂടി ഈ രചന നൽകുന്നുണ്ട്. അപ്പോൾ വഴിയിൽ കുപ്പിച്ചില്ല് കിടന്നാൽ അത് ആ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? അശ്രദ്ധയും ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റം മൂലം തനിക്ക് ഒഴിവാക്കാമായിരുന്ന അപകടം നമ്മൾ ഒഴിവാക്കാത്തതിലൂടെ മറ്റൊരാൾക്ക് സംഭവിച്ചാൽ അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഓക്കെ. സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെട്ട് കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കുക. ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് എഴുതാം. തത്ത, സ്ഥലം, ഇന്ന സ്ഥലം എന്ന് പറഞ്ഞ് എഴുതാം. പ്രിയപ്പെട്ട എൻ്റെ ഉടമസ്ഥൻ അമ്മുവിന് സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ. നിങ്ങളെപ്പോലെ സ്വതന്ത്രമായി ജീവിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ കൂട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ല. ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്. പറന്നു നടക്കുമ്പോൾ ലഭിക്കുന്ന സുഖം അത് വേറൊന്നു തന്നെയാണ്. സ്വന്തം വാസസ്ഥലമാണ് ആർക്കും പ്രിയം. താങ്കൾ ഇത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. വിശ്വാസപൂർവം തത്ത, ഒപ്പ്, പിന്നെ ദിവസം, തീയതി. അപ്പോൾ സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെട്ട് കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത. ഒത്തിരി ജീവികളെ കൂട്ടിലടച്ച് വളർത്തുന്നില്ലേ? അപ്പോൾ അവർ എഴുതാനുള്ള കത്ത് എന്താണ് അവർ പറയുക? നിങ്ങളെപ്പോലെ സ്വതന്ത്രമായി ജീവിക്കാനാണ് ഞങ്ങൾക്കും ഇഷ്ടം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരമൊക്കെയും ഞങ്ങൾക്ക് തരുന്നുണ്ട് എങ്കിലും ഞങ്ങൾക്ക് പറന്നു നടക്കുന്നതിനോടാണ് കൂടുതൽ ഇഷ്ടം. അതിൻ്റെ സുഖം വേറൊന്നു തന്നെയാണ്. സ്വന്തം വാസസ്ഥലമാണ് ആർക്കും പ്രിയം. താങ്കൾ ഇത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. വിശ്വാസപൂർവം, അല്ലെങ്കിൽ എന്ന് തത്ത. അപ്പം ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ ഇട വന്നാൽ, ചോദിച്ചാൽ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? യെസ്. ഇനി വീട്ടിലെ മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എഴുതുക. വീട്ടിലെ മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നത് ശരിയാണോ? വീട്ടിലെ മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്ന ഒരു ചിത്രം നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. പൊതുവഴിയിൽ മാലിന്യം വലിച്ചെറിയുന്നതിലൂടെ ദുർഗന്ധവും പകർച്ചവ്യാധികളും നാട്ടിൽ പരക്കുന്നു. അവനവന്റെ എളുപ്പത്തിനായി ഉത്തരവാദിത്വ ബോധമില്ലാതെ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ വീടിനും നാടിനും ദോഷമാണ്. അവരെ സമൂഹദ്രോഹികളായി കണക്കാക്കാം. വീട്ടിലെ മാലിന്യം അവിടെ തന്നെ സംസ്കരിക്കുമ്പോൾ മനുഷ്യർക്ക് വീട്ടിലും നാട്ടിലും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കുകയാണെന്ന കാര്യം നാം എല്ലാവരും ഓർക്കണം. അപ്പോൾ പൊതുവഴിയിൽ മാലിന്യം വലിച്ചെറിയുന്നതിലൂടെ ദുർഗന്ധം ഉണ്ടാവും, പകർച്ചവ്യാധികളും നാട്ടിൽ പരക്കും.
അപ്പോൾ അവരവൻ്റെ എളുപ്പത്തിനായി ഉത്തരവാദിത്വം ഇല്ലാതെ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ വീടിനും നാടിനും ദോഷമാണ്. അവരെ സമൂഹദ്രോഹികളായി കണക്കാക്കണം. വീട്ടിലെ മാലിന്യം അവിടെ തന്നെ സംസ്കരിക്കുമ്പോൾ മനുഷ്യർക്ക് വീട്ടിലും നാട്ടിലും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു അതുകൊണ്ട് പൊതുവഴിയിൽ മാലിന്യം വലിച്ചെറിയുന്നത് തെറ്റാണ്. നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം നനഞ്ഞ റൊട്ടി. റൊട്ടി ഇക്കിളിയാക്കുമോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം നനഞ്ഞ റൊട്ടി, എന്താണ് അതിൻ്റെ അർത്ഥം? വിശന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് റൊട്ടി മോഷ്ടിച്ചത്. വിശപ്പ് കൊണ്ട് കഴിക്കാൻ വേണ്ടി റൊട്ടി മോഷ്ടിച്ചു, അതിന് കഴിഞ്ഞില്ല. ഉപദ്രവം കൊണ്ട് എന്തോ കഴിക്കാൻ പറ്റിയോ? ഇല്ല. ഉപദ്രവം കൊണ്ട് വിയർപ്പ് കൊണ്ടോ ആ റൊട്ടി കുതിർന്നു. ആ റൊട്ടി കുതിർന്നപ്പോൾ ആ തണുപ്പ് അവന് ഇക്കിളിയാകുന്നത് പോലെ തോന്നി. അതാണ് ഈ വരിയിൽ ഉദ്ദേശിക്കുന്നത്. വിശന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് റൊട്ടി മോഷ്ടിച്ചു, എന്നാൽ റൊട്ടി കഴിക്കാൻ കഴിഞ്ഞില്ല. ഉപദ്രവം കൊണ്ട് എന്ത് ചെയ്തു? വിയർത്തപ്പോൾ ആ വിയർപ്പ് കൊണ്ട് റൊട്ടി കുതിർന്നു. ആ തണുപ്പ് അവന് ഇക്കിളിയാക്കുന്നത് പോലെ തോന്നി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ചെടി നമ്മോട് പറയുന്നത് എന്ന പാഠഭാഗത്ത് നിന്നും കവിതയിലെ ചെടി നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? കവിതയിലെ ചെടി എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഒരു ജീവികളുടെയും ആഹാരം മുട്ടിക്കരുത്. ഒരു ജീവികളുടെയും ആഹാരം മുട്ടിക്കരുത് എന്നാണ് ചെടി നമ്മോട് പറയുന്നത്. ചിത്രശലഭം, കുരുവി, ആ പാഠത്തിൽ. ഓക്കെ. മാനത്തോളം വലുതാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നിടത്ത് നിന്നും അതിൻ്റെ ഏറ്റവും ഉയരത്തിലെത്തുക. ഇപ്പോൾ എത്തി നിൽക്കുന്നിടത്ത് നിന്നും എന്ത് ചെയ്യണം? അതിൻ്റെ ഏറ്റവും ഉയരത്തിലെത്തുന്നതിനാണ് മാനത്തോളം വലുതാവുക എന്ന് പറയുന്നത്. അതിനായിട്ട് എന്തൊക്കെ ചെയ്യണം? നാം ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം, ധാരാളം കാര്യങ്ങൾ ചിന്തിച്ചും പ്രവർത്തിച്ചും ചെയ്ത് വളരണം. ഓക്കെ. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ട് പോവാട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.